എന്താണ് പോസിറ്റീവ് പവർ? ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പോസിറ്റീവ് പവർ. പലരും ഇതിന് പല നിർവചനങ്ങളും കൊടുക്കുന്നുണ്ട്. പോസിറ്റീവ് പവർ എന്ന ഒറ്റ വിഷയം കൊണ്ട് ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ദിനംപ്രതി ലക്ഷക്കണക്കിന് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരൊറ്റ വിഷയത്തിൽ നിർമ്മിക്കപ്പെടുന്നു. അപ്പോഴറിയാമല്ലോ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം. ഒരു ചെറിയ കഥയിലൂടെ പോസിറ്റീവ് പവർ എന്താണെന്ന് വിശദമാക്കാം. ഒരാൾക്ക് 2 മക്കളുണ്ട് എന്ന് സങ്കല്പിക്കുക. ഒരാളെ നീ ശക്തനാണ്, നീ ബുദ്ധിമാനാണ്, നിനക്ക് എന്തും കഴിയും എന്നൊക്കെ പറഞ്ഞ് വളർത്തുന്നു. എന്നാൽ മറ്റേയാളെ നീ മണ്ടനാണ്, നിനക്കൊന്നും കഴിയില്ല, നിനക്ക് ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞ് വളർത്തുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വലിയ മലയുടെ താഴ്വാരത്ത് രണ്ടുപേരെയും കൊണ്ടുപോകുന്നു. എന്നിട്ട് ആ മലയുടെ ഏറ്റവും മുകളിൽ കയറാൻ ആവശ്യപ്പെടുന്നു. ആദ്യത്തെയാൾ പറയേണ്ട താമസം നല്ല ആത്മവിശ്വാസത്തോടെ മലയുടെ മുകളിൽ കയറുന്നു. എന്നാൽ രണ്ടാമത്തെയാൾ അയ്യോ എനിക്ക് കഴിയില്ല, എനിക്ക് ശക്തിയില്ല എന്നൊക്കെ ഒഴിവു കഴിവുകൾ പറഞ്ഞ് പിന്മാറുന്നു. ഇവിടെ സംഭവിച്ചത് എന്താണ്? രണ്ടുപേരുടെയും മനസ്സിൽ രൂപപ്പെട്ട ചിന്താഗതികളാണ് അവരെ നിയന്ത്രിച്ചത്. നിനക്ക് കഴിയും, നീ ശക്തനാണ്, നീ ബുദ്ധിമാനാണ് തുടങ്ങിയ ചിന്തകൾ കൊണ്ട് വളർന്നയാൾക്ക് മലമുകളിൽ കയറാൻ കഴിഞ്ഞു. എന്നാൽ ഒന്നും കഴിയില്ല, ബുദ്ധിയില്ല, ശക്തിയില്ല എന്നൊക്കെ കേട്ട് വളർന്നവൻ പരാജിതനായി പിന്മാറി. പോസിറ്റീവ്, നെഗറ്റീവ് എന്നതൊക്കെ മനുഷ്യ മനസ്സിലെ ചിന്തകളെ ആശ്രയിച്ചാണ് രൂപപ്പെടുന്നത്. വിജയം, ആത്മവിശ്വാസം, ധൈര്യം, സന്തോഷം, ആരോഗ്യം തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ചിന്തകൾ മനസ്സിൽ സൃഷ്ടിക്കുക. അത്തരം ചിന്തകൾ ഉള്ളവർ വിജയിക്കും. ഭയം, അവിശ്വാസം തുടങ്ങിയ ചിന്തകൾ നിരന്തരം മനസ്സിൽ വന്നാൽ പരാജയം തന്നെയായിരിക്കും ഫലം. മനഃപൂർവ്വം ക്രിയാത്മക ചിന്തകൾ സൃഷ്ടിക്കുന്നതിലൂടെ പോസിറ്റീവ് മൈൻഡുള്ളവരായിത്തീരാൻ കഴിയും. വിജയം വരിച്ച ആളുകളുമായി കൂട്ടുകൂടുന്നതും പോസിറ്റീവ് മനോഭാവം വളർത്താൻ സഹായിക്കും. ദിവസവും അരമണിക്കൂറെങ്കിലും മോട്ടിവേഷൻ ബുക്കുകൾ വായിക്കുന്നത് ശീലമാക്കിയാൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ സഹായിക്കും. രാത്രി ഉറങ്ങും മുമ്പും രാവിലെ ഉണർന്ന ഉടനെയും പോസിറ്റീവ് അഫിർമേഷൻ കേൾക്കുന്നത് ശീലമാക്കിയാൽ പോസിറ്റീവ് മനോഭാവം ഉണ്ടാക്കാൻ വളരെ സഹായിക്കും. ദിവസവും വ്യായാമം ചെയ്യുന്നത് പോസിറ്റീവ് മനോഭാവം വികസിപ്പിക്കാൻ സഹായിക്കും. താങ്ക് യു.